നമ്മുടെ നാടൻ കായലിലെ കൊഞ്ചിനെ കണ്ടിട്ടുണ്ടോ? ദേ കണ്ടോ കൊഞ്ച്. കൊഞ്ചെന്നോ ചെമ്മീനെന്നോ പറയാം. ദേ ഞാനത് എടുക്കാൻ നോക്കിയത്, അതുകൊണ്ട് അത് പിടച്ച് ഞാൻ പേടിച്ചും പോയി. എനിക്കത് എടുക്കാനുള്ള ഇതേ ഉള്ളൂ, പേടിയാണ്. പേടിയില്ലാതെ ദേ സൂര്യാക്കാൻ നമുക്ക് വേണ്ടിയിട്ട് കൊഞ്ച് പെട്ടുകയാണ്. അല്ല, അതിൻ്റെ തോടെല്ലാം പൊളിക്കുക. അപ്പം എൻ്റെ അമ്മച്ചി സൈഡിൽ നിന്ന് പറയുന്നത്, നീ സൂര്യയുടെയും കൂടെ ഒന്ന് എടുക്കടി, അവളെ കൂടെ കാണിക്കടിയെന്ന്. ഇനി ഇത് ജീവനുള്ളതാണെന്ന് സംശയമുള്ളവർക്ക് വേണ്ടി ഇതേ കാണിച്ചു തന്നേക്കാം. ഞാനതിനിട്ടൊരു കുത്തുന്നൊക്കെ ഉണ്ട്. അപ്പം എന്തെയൊക്കെ ഒരു പേടിയില്ലാതെ എൻ്റെ താഴത്തോട്ട് എടുത്തിട്ട് ഒരു ചാട്ട എൻ്റെ നേരെ എല്ലാത്തിനെയും പൊളിച്ച് കഴുകിയെടുത്ത് സുന്ദര കുട്ടപ്പനാക്കി വെച്ച്. അങ്ങനെ ദേ നമ്മുടെ ചെമ്മീൻ കുട്ടന്മാർ ചട്ടിയിൽ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ അടുത്ത അടുപ്പിൽ നമ്മൾ ചെമ്മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദേ എൻ്റെ കുട്ടൻ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് ഫ്രൈ ചെയ്താൽ കേട്ടോ കൂടുതലിഷ്ടം. ഹാ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നട്ടതിൻ്റെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹായ് പറ. നമ്മളിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈയിട്ട് വാരി തിന്നരുതെന്ന് അമ്മ പറഞ്ഞാലും തിന്നുന്ന എത്ര പേരുണ്ട്. ഞാനാണ് തിന്നുന്ന കൂട്ടത്തിലാണ്. കണ്ട അടിപൊളി. എന്തിവാ അവസാനം നമ്മുടെ ചെമ്മീൻ്റെ വറുത്ത് കഴിഞ്ഞേട്ടാ. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ കൊഞ്ചും ഇപ്പം ചെമ്മീനും ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വറുത്ത് വന്നപ്പോൾ കുഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കൊഞ്ചെന്ന് പറഞ്ഞ് വെറുതെ അപമാനിക്കണ്ടല്ലോ. കൊഞ്ചാകുമ്പം വലുതല്ലേ, ചെമ്മീൻ കുഞ്ഞതല്ലേ. അങ്ങനെയാണ് ഞാൻ ചെമ്മീൻ തന്നെ ആക്കിയത് കേട്ടോ ലാസ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ മീൻ വറുത്തിട്ട് ആ എണ്ണയ്ക്കകത്ത് ആ അരപ്പിൻ്റെ അകത്ത് കുറച്ച് ചോറിട്ട് പുരട്ടി തിന്നാത്തത് ആരൊക്കെയുണ്ട്? അങ്ങനെ തിന്നിട്ടുള്ളവരാരൊക്കെയുണ്ട്? സ്റ്റിൽ അങ്ങനെ ഇപ്പോഴും കഴിക്കുന്നവരാരൊക്കെയുണ്ട്? ഒന്ന് പറഞ്ഞേ. അങ്ങനെ ദേ അവസാനം ഞാൻ ചോറുണ്ടാവുമോ, നല്ല ചെമ്മീൻ കറിയും ചെമ്മീൻ ഫ്രൈയും കുറച്ച് ചാറ് കറിയും ഉണ്ടേ. ഇത് അരപ്പ് പുരട്ടിയ ചോറും അല്ലാത്ത ഇച്ചിരി ചോറും കൂടെ ഉണ്ടേ. അങ്ങനെ ആദ്യത്തെ പിടി ഇതേ വായിലോട്ട്. ഓ എനിക്ക് വയ്യ. എനിക്ക് ഈ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണെങ്കിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി. ഓ എന്തൊരു ടേസ്റ്റാണോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പിലിട്ട നെല്ലിപ്പുളിയെ കൂടെ കഴിച്ച് നിർത്തി.